അടുത്ത കാലങ്ങളിലായിട്ട് വളരെയധികം കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ആശുപത്രിയിൽ ഡോക്ടേഴ്സും നഴ്സസും മറ്റു സ്റ്റാഫുകളും നമ്മുടെ പേഷ്യൻസ് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സുമായിട്ടുള്ള സംഘർഷ പ്രശ്നങ്ങൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെഡിക്കൽ സിസ്റ്റത്തിന് ഒരിക്കലും നല്ലതല്ല. ഒരു ഹോസ്പിറ്റൽ കെയർ പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻ്റ് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രോഗിയുടെ പ്രശ്നങ്ങളിൽ മാറി നിൽക്കുന്നവരല്ല. ചികിത്സിച്ച് ആ രോഗി നന്നായിട്ട് അസുഖം മാറാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തോട് ഒരു സംഘർഷമായ രീതിയിൽ ഇടപഴകുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ ഒന്നും അറിയാത്ത രോഗികളെ ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഒരു സഹകരണ മനോഭാവത്തോട് മാത്രമേ ആശുപത്രി ജീവനക്കാരോട് നാം പെരുമാറാവൂ. അത് നമുക്കും ആശുപത്രിയിലെ സ്റ്റാഫിനും മാത്രമല്ല, ഏറ്റവും ഉപരിയായിട്ട് ആർക്കാണോ ചികിത്സ വേണ്ടത് അവർക്ക് ഏറ്റവും ബെസ്റ്റ് കെയർ കൊടുക്കാനായിട്ട് ഉപകരിക്കുന്നത് എപ്പോഴും നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ്. മറ്റു പല രാജ്യങ്ങളെയും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ നാട്ടിൽ കാണുന്ന സംഘർഷങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. നമുക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാം. നമുക്ക് ചിലപ്പോൾ കിട്ടുന്ന ചികിത്സ അല്ലെങ്കിൽ പെരുമാറുന്ന രീതി ഇഷ്ടപ്പെടാതെ വരാം. അതിന് നിയമവശങ്ങളുണ്ട്. നിയമവശങ്ങൾ വഴി കംപ്ലൈൻറ്റ് നൽകാൻ സാധിക്കും. പക്ഷേ ഹോസ്പിറ്റലിലെ ജീവനക്കാരെ അറ്റാക്ക് ചെയ്യുന്നത്, ഫിസിക്കലായിട്ട് അവരെ അറ്റാക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റൽ ജീവനക്കാരുടെ മൊറാലിറ്റിയെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അങ്ങനെ ബാധിക്കുമ്പോൾ നമുക്ക് പല നല്ല ചികിത്സകരും, അത് ഡോക്ടേഴ്സ് ആകാം, നേഴ്സസ് ആകാം, മറ്റു ജീവനക്കാരാകാം, അവർക്ക് അവരുടെ ആ നല്ല ക്വാളിറ്റി ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രൊഫഷൻ തന്നെ വിട്ടുപോകാൻ വരെ തോന്നാറുണ്ട്. ഇത് സമൂഹത്തിന് നല്ലതല്ല. അതുകൊണ്ട് ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം, സഹകരിച്ച് പോവുക. നല്ല രീതിയിൽ നമ്മൾ സഹകരിച്ച് പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു ഫൈറ്റിനോ അല്ലെങ്കിൽ അടിപിടി ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ മർദ്ദനങ്ങളിലോട്ട് പോകുന്നതോ ഒരിക്കലും നല്ലതല്ല. അതിൻ്റെ ആവശ്യവുമില്ല. നല്ല രീതിയിൽ സഹകരിച്ച് പോയാൽ നമുക്ക് രോഗികൾക്കും ബൈസ്റ്റാൻഡേഴ്സിനും ഹോസ്പിറ്റൽ ജീവനക്കാർക്കും ഒന്നുപോലെ അത് ഗുണം ചെയ്യും. ദയവായിട്ട് സഹകരണമാണ് നമ്മുടെ നന്മയ്ക്ക് ഏറ്റവും നല്ലത്. നമുക്ക് നല്ലൊരു നാളത്തേക്കായിട്ട് ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം. കാരണം കേരളം എപ്പോഴും വളർച്ചയിലെത്തിയ അല്ലെങ്കിൽ ഡെവലപ്ഡ് നേഷൻസിന് തുല്യമായിട്ടാണ് നാം കണ്ടിരുന്നത്. നമുക്കത് തുടരണ്ടേ? അതുകൊണ്ട് ഒരിക്കലും ഹോസ്പിറ്റൽ അറ്റാക്കും പേഷ്യൻസ് ഡോക്ടർ റിലേഷൻഷിപ്പും നശിപ്പിക്കാതിരിക്കുക. ഈ അറിവ് എല്ലാവരും മനസ്സിലാക്കുക. ദയവായി ഒന്നിച്ച് സഹകരിക്കണമെന്നുള്ള ഒരു ചിന്താഗതിയിലോട്ട് നാം എത്തുക. നന്ദി, നമസ്കാരം.